ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ശരീരമാസകലം മുറിവുകളായി ഷഹീദായി പോയ അബ്ദുല്ലാഹിബ്നു ഹറാം, മഹാനായ അബ്ദുല്ലാഹിബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചുവെന്ന് പരിശുദ്ധ റസൂൽ. സ്വഹീഹായ ഹദീസാണ്. ജാബിറേ, എന്താണ് നിങ്ങൾ ദുഃഖിതനായിരിക്കുന്നത്? നബിയേ, എന്റെ ദുഃഖത്തിന്റെ കാരണം എന്റെ പിതാവ് ഉഹദിലെ ഷഹീദാണല്ലോ നബിയേ. 7 പെങ്ങന്മാരെ എന്നെ ഏൽപ്പിച്ചുകൊണ്ടല്ലയോ എന്റെ ഉപ്പ പോയത്. ആ സങ്കടത്തിലാണ് നബിയെ ഞാനുള്ളത് എന്ന് പറഞ്ഞപ്പോ, ജാബിറേ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു കല്ലമ അബാക കിഫാഹ, എല്ലാവരോടും ഒരു മറക്ക് പിറകിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന റബ്ബ് നിങ്ങളുടെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചോദിച്ചു, അബ്ദുല്ലാഹ് നിങ്ങൾക്ക് എന്ത് വേണം, എന്താ വേണ്ടത് ചോദിച്ചോളൂ. അപ്പൊ പറഞ്ഞു, അല്ലാഹുവേ ഒരിക്കലൂടെ എനിക്ക് ഉഹദിലേക്കൊന്ന് പോകണം, നിന്റെ ഹബീബിന്റെ അരികത്തേക്ക് പോകണം. ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ഒന്ന് ജീവൻ തന്നു വരാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പോ, സാദിഖിൽ അബ്ദുല്ലാഹിബ്നു ഹറാം കതബ്തു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ. മരണം സംഭവിച്ചാൽ പിന്നെ ഒരിക്കലൂടെ ഒരു തിരിച്ചുവരവ് ഈ ലോകത്തേക്ക് അല്ലാഹു ആർക്കും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് വേറെന്തെങ്കിലും. അന്നേരം അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞ മറുപടി, യബ്തഗൂന ഫളലം മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവേ ഇർളഅന്നി, നീ എന്നെ തൃപ്തിപ്പെടണമേ. അത്രേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മജ്ലിസുൻ നൂർ വാർഷിക പരിപാടിയിൽ കുട്ടികളത്താണിയിലെ ശംസുൽ ഉലമാ നഗരയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ കൈയുയർത്തുന്നതും അല്ലാഹുമ്മ റളഅന്നാ, അല്ലാഹുവേ നീ ഞങ്ങളെ തൃപ്തിപ്പെടണമേ. തെറ്റുകൾ ഒരുപാട് ചെയ്തവരാണ്, പാപങ്ങൾ കൂടിയവരാണ്, അമലുകൾ കുറഞ്ഞവരാണ്, ഞങ്ങളോട് പൊറുക്കേണമേ. അല്ലാഹുമ്മ റളഅന്നാ, ഞങ്ങളെ തൃപ്തിപ്പെടണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യബ്തഗൂന ഫളലം മിനല്ലാഹി വറിദ്വാനാ, അവർ അല്ലാഹുവിന്റെ പ്രീതിയും റബ്ബിന്റെ പൊരുത്തവുമാണ് ചോദിക്കുന്നത്.